നമസ്കാരം. മലപ്പുറത്ത് പാവപ്പെട്ട ഒരു 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ ശാരീരിക പീഡനത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊന്നത് 16 വയസ്സുള്ള ഒരു പയ്യനല്ല, 16 വയസ്സുള്ള ഒരു ബോൺ ക്രിമിനലാണ്. നമ്മൾ എത്ര കൊണ്ടാലും പഠിക്കില്ല. എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഇക്കാര്യത്തോട് ബന്ധപ്പെട്ട്. ഒന്ന്, 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മൊബൈൽ, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇവരുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ വിലക്കി സ്റ്റേഷനിൽ വെച്ച് മധ്യസ്ഥം നടന്നു, എന്നിട്ടും വീണ്ടും പോയി എന്നാണ്. ഇവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇത്രയും ദൂരം പോകാനും അവനെ ശാരീരികമായി അടിയേറി പറയാൻ അവൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഒരിക്കലും അവൻ കൊല്ലുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ മൃഗസ്വഭാവമുള്ളവരും മൃഗീയന്മാരും ബോൺ ക്രിമിനലുകളുണ്ട്. അവരെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. അതാണ് അവിടെ സംഭവിച്ചത്, ദാരുണ സംഭവം. ഇവൻ എങ്ങനെയാണ് ബോൺ ക്രിമിനൽ എന്ന് ഞാൻ പറയാം. സംഭവത്തിന് ശേഷം ഇവനെ പോലീസ് തിരയുന്നു. പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതുകൊണ്ട് ഇവനെ പോലീസ് സംശയിക്കുന്നു. പോലീസ് ഇവനെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിനൊന്നും പറയുന്നില്ല. ഇവനൊരു കൂസലുമില്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് പോയില്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് പോലും ഒരാളെ കൊല്ലാൻ ഒരിക്കലും കഴിയില്ല. എൻ്റെ കൈകൾ വിറയ്ക്കും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ സംഭവിച്ചാൽ പോലും ഞാൻ വിറച്ചുകൊണ്ടിരിക്കും. എനിക്കൊരാളുടെ മുമ്പിലും നിവർന്ന് നിന്ന് അത് ഇല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ മാനസികാവസ്ഥ. ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. പക്ഷേ ഈ ബോൺ ക്രിമിനൽ 14 വയസ്സ് മാത്രമുള്ള ഇവൻ, 16 വയസ്സ് മാത്രമുള്ള ഇവൻ പോലീസിനോട് നിഷേധിച്ചു. പിറ്റേന്ന് അവനെ പോലീസ് വിട്ടയച്ചു. പിറ്റേന്ന് പെണ്ണിൻ്റെ ഇളയച്ചൻ വീണ്ടും അവനോട് പോയി ചോദിച്ചു, നീ അങ്ങനെയല്ല ഇങ്ങനെയില്ല. അപ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞതിന് വ്യത്യസ്തമായ മറുപടിയാണ് ഇവനോട് പറഞ്ഞത്, ഇളയച്ചനോട്. അങ്ങനെ ഇളയച്ചൻ അത് പോലീസിനെ അറിയിച്ചു. എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ മൊഴികളിൽ വ്യത്യസ്തത കണ്ടതുകൊണ്ട്, വൈരുദ്ധ്യമുള്ളതുകൊണ്ട് അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് അത് വെച്ച് കർശനമായി ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ സംഗതി പുറത്തു പറഞ്ഞത്. അപ്പോൾ ഒരു കൊലപാതകം ചെയ്തിട്ട് അത് മറച്ചു വെക്കാൻ അവന് കഴിഞ്ഞു. 16 വയസ്സേ അവനുള്ളത് നോക്കണം. അവൻ ബോൺ ക്രിമിനലാണ്. ഇവൻ ഇപ്പം ജയിലിൽ പോയി. അതിന് അവർ ജയിലിലുള്ള സഹതടവുകാരൊക്കെ ബന്ധപ്പെട്ട്, ക്രിമിനലുകളായി ബന്ധപ്പെട്ട് അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ അതിക്രൂര ക്രിമിനലായിട്ടാണ്, കൊടും ക്രിമിനലായിട്ടാണ് പുറത്തിറങ്ങുക. അവൻ ഇന്ന് സ്നേഹിച്ച പെൺകുട്ടിയെ കൊന്നെങ്കിൽ നാളെ അവൻ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾ കൊല്ലും. അവന് ബലാത്സംഗത്തോടുള്ള, സെക്സിനോടുള്ള ആസക്തിയുണ്ട്, കൊല ചെയ്യാനുള്ള മനസ്സുണ്ട്, ക്രിമിനൽ സ്വഭാവം അവൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടാണ്, രാഷ്ട്രീയ വഴിചാരൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്താതെ നിങ്ങൾ സംസ്ഥാനം, അതിലപ്പുറം കേന്ദ്രം, ഒരു രാജ്യത്ത് ഒരു നിയമം മതി. കേന്ദ്രം അടിയന്തരമായ ഒരു നിയമം പാസ്സാക്കണം. ഈ പ്രായപൂർത്തിയാകുക 18 വയസ്സ്, ജുവനൈൽ ജസ്റ്റിസ് എന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പ്രായപൂർത്തിയാകാനുള്ള പ്രായം 15 കുറക്കണം. 10ാം ക്ലാസ് കഴിയുന്നതോടെ അവരെ പ്രായപൂർത്തിയാവരെ കണക്കാക്കണം. കാരണം പഴയ കാലമല്ല. 15 വയസ്സിലൊക്കെ എനിക്കൊക്കെ എന്തായാലും ഒരു പുണ്ണാക്കും അറിയില്ലായിരുന്നു. ഇന്ന് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ സകലം അറിയാം. കാലം മാറി, ടെക്നോളജി മാറി, സമൂഹം വളർന്നു, നാട് വളർന്നു, വികസനത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങളിൽ പ്രായം കുറച്ച് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ശിക്ഷ, കുറ്റം ചെയ്യുന്നവർക്കുള്ള പരമാവധി ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇവർ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കും. ഇത് പ്രായപൂർത്തിയാകുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ഇവനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ ഏതാനും വർഷം അയച്ചാൽ ഇവൻ വീണ്ടും കുറ്റം ആവർത്തിക്കും. ഇവൻ സമൂഹത്തിന് ഭീഷണിയാണ് ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുന്നത്. സ്നേഹിച്ച പെൺകുട്ടി ഇത്ര അധമമായ രീതിയിൽ കൊലപ്പെടുത്തിയവൻ, പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവൻ, അവൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനയല്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുക. നഷ്ടപ്പെട്ട കുടുംബത്തിന് മാത്രമേ അതിൻ്റെ വേദനയും വ്യതയും ദുഃഖവും ഉണ്ടാകുകയുള്ളൂ. പ്രായപൂർത്തിയാകുന്നവർക്കുള്ള കൊടുക്കുന്ന ശിക്ഷ 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കും. ആണും പെണ്ണിനും തിരിച്ചറിയാതെ പ്രായം എന്നൊക്കെ പറയുന്നത് പണ്ടായിപ്പോയി. അതൊക്കെ കാലം മാറി, ടെക്നോളജി വളർന്നു. ഇപ്പോൾ തന്നെ പോത്തുപോലെ വളർന്നിരിക്കുകയാണ് ആണും പെണ്ണും. അതുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കരുത്. കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും രാജ്യത്തില്ലെങ്കിൽ ഇത് പിന്നെ ആവർത്തിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ തിരിച്ചറിയുക.